ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ചാപ്റ്റർ ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ, ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ ഇന്ത്യയിലാണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ത്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇന്ത്യയുടെ സിവിലൈസേഷനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് സിവിലൈസേഷനാണ്. ലോകത്തിലെ തന്നെ ഒരു ഓൾഡസ്റ്റ് സിവിലൈസേഷനാണ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഒരു ലാസ്റ്റ് 50 years എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഡെവലപ്മെൻറ്റ്സുകൾ കുറേ കാണാൻ പറ്റും. എസ്പെഷ്യലി അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്നോളജി, ഇതിലൊക്കെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സുകളുണ്ട്. കുറേ കാലം മുന്നേ അഗ്രികൾച്ചർ മെത്തേഡ്സും പ്രാക്ടീസുകളും യൂസ് ചെയ്ത പോലെയാണോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? അല്ല, ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ ഹാസ് മെയ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ both social and economic sphere. The spheres include agriculture, industry, technology and overall economic development. ഇനി ഇന്ത്യയുടെ സൈസ് ആൻഡ് ലൊക്കേഷൻ. ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും നമുക്ക് പഠിക്കാം. ലാറ്റിറ്റ്യൂഡ് ലൈൻസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഇതെല്ലാം ഒരു ഇമേജിനറി ലൈൻസ് ആണ്. ശരിക്കും നമ്മുടെ എർത്ത് സർഫേസിൽ ഇങ്ങനെയുള്ള ഇമേജിനറി ലൈൻസുകളുണ്ടോ? ഇല്ല. ഇത് എർത്ത് സർഫേസിൽ കുറേ ഇമേജിനറി ലൈൻസ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കുറേ ഇമേജിനറി ലൈൻസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് ഇങ്ങനെയുള്ള ഇമേജിനറി ലൈൻസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ എല്ലാ കൺട്രീസുടെ ലൊക്കേഷൻസും അതിൻ്റെ ഒരു സൈസും എല്ലാം, അതേപോലെ ടൈം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇമേജിനറി ലൈൻസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്ലോബ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ലൈൻസുകൾ കാണാൻ പറ്റും അല്ലേ? കുറേ ലൈൻസുകൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കുറേ ലൈൻസുകൾ കാണാൻ പറ്റും. ഇനി ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്സ് ഒരു ഇമേജിനറി ലൈനാണ് ഓൺ ദ എർത്ത് സർഫേസ്. എർത്ത് സർഫേസിലുള്ള ഒരു ഇമേജിനറി ലൈനാണ് ലാറ്റിറ്റ്യൂഡ്സ്. അത് ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. ഉണ്ടോ? എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസുകളാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്? ഈ വെർട്ടിക്കൽ ലൈൻസാണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ്. ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും ഒരു ഇമേജിനറി ലൈൻസാണ്. ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ലൈൻസുകളാണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞു കുറേ ലാറ്റിറ്റ്യൂഡ് ലൈൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് മേജറായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ് ലൈൻസുകളുണ്ട്. അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ, ആർട്ടിക് സർക്കിൾ, ദെൻ നോർത്ത് പോൾ, സൗത്ത് പോൾ. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാറ്റിറ്റ്യൂഡ് ലൈൻസുകളുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് നമ്മൾ ഇക്വേറ്ററും ട്രോപ്പിക് ഓഫ് ക്യാൻസറും മാത്രമാണ് കേട്ടോ. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ആണ്. ഇമേജിനറി ലൈനാണ് വിച്ച് ഈസ് പാസിങ്, ഒരു സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇക്വേറ്റർ ലൈൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഇക്വേറ്റർ നമ്മുടെ എർത്ത് സർഫേസിൽ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻസാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇതാണ് സദേൺ ഹെമിസ്ഫിയർ. നമ്മുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യയുടെ ലൊക്കേഷൻ. ഇനി ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും. ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ പറഞ്ഞു ഇതൊരു ഇമേജിനറി ലൈനാണ് ആൻഡ് ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് മെഷർ ചെയ്യുന്നത്? ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നിന്നും നോർത്തിലേക്കും സൗത്തിലേക്കുമുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ ആൾസോ സേ ദാറ്റ് ദേ ആർ ദി ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ എർത്ത് സർഫേസ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇതാണ് നമ്മുടെ ഇക്വേറ്റർ ലൈൻ. ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്കും അതേപോലെ സൗത്തിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. ദെൻ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ ലൈൻസുകളാണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സെൻറ്ററിലൂടെ കാണുന്ന ഈ ഒരു ലൈനാണ് പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത്. പ്രൈം മെറീഡിയൻ എന്ന് പറഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും ടച്ച് ചെയ്യുന്ന ഒരു ലൈനാണ് പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് പ്രൈം മെറീഡിയനിൽ നിന്ന് ഈസ്റ്റിലേക്കും അല്ലെങ്കിൽ വെസ്റ്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓർ അതർവൈസ് വി കൻ ആൾസോ സേ ദാറ്റ് ദേ ആർ ദ angular distance of points on the earth's surface to the east or west. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്കും അതേപോലെ സൗത്തിലേക്കുമുള്ള മെഷർമെൻറ്റ് ചെയ്യുന്നതാണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. പ്രൈമറിഡിയിൽ നിന്ന് ഈസ്റ്റിലേക്കും ആൻഡ് വെസ്റ്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണത്, അതായത് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, നോർത്ത് പോൾ, സൗത്ത് പോൾ, ആർട്ടിക് സർക്കിൾ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണോ, ട്രോപ്പിക് ഓൺ കാപ്രിക്കോൺ പാസ് ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയറിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ എവിടെയാണ് ഉള്ളത്, ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇക്വേറ്റർ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ് ചെയ്യുന്നില്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ലൊക്കേഷനിൽ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ലൈൻസിൻ്റെയും ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ് ലൈൻസുകൾ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. ഈ ലെങ്ത്താണ് ലാറ്റിറ്റ്യൂഡിൻ ലൈൻസ്. ഇപ്പോൾ നമ്മൾ ഒരു വേൾഡ് മാപ്പ് എടുക്കുകയാണെങ്കിൽ കുറേ ലാറ്റിറ്റ്യൂഡ് ലൈൻസുകൾ കാണാൻ പറ്റും അല്ലേ? ഉണ്ടോ? കുറേ ലാറ്റിറ്റ്യൂഡ് ലൈൻസിൽ കുറേ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസുകൾ ഉണ്ടാവും. അതിൽ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ലൈൻസിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ടോപ്പിലൂടെയും ബോട്ടത്തിലൂടെയും പോകുന്ന ലാറ്റിറ്റ്യൂഡ് ലൈൻസിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ നീളം എന്നുള്ളത് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡും 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡും. ഈ 4 കഴിഞ്ഞിട്ടുള്ള ഒരു ലൈൻ നമ്മൾ മിനിറ്റ് എന്നാണ് കേട്ടോ, അത് വായിക്കാം. അതേപോലെ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ്, ഇന്ത്യയുടെ മൊത്തം ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻസ് ആണ് അല്ലേ? ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. നമുക്കൊരു ഡൗട്ട് വരാം, ഈ ഒരു പോർഷൻ വെസ്റ്റ് അല്ലേ, ഈ ഒരു പോർഷൻ ഈസ്റ്റ് അല്ലേ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലോബ് നോക്കാം. ഈ ഒരു മാപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഇവിടെ കുറേ ലാറ്റിറ്റ്യൂഡ് ലൈൻസുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, അതേപോലെ കുറേ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസുകൾ പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഉള്ളത് ഈ ഒരു പോർഷനിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പം നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് നോർത്ത് ഇക്വേറ്ററിൽ നിന്ന്, നമ്മുടെ ഇതാണ് ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്കും സൗത്തിലേക്കുമുള്ള മെഷർമെൻ്റാണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഇന്ത്യയുടെ ഏറ്റവും ബോട്ടത്തിലൂടെ പോണത് എവിടെ തന്നെയാണ്? നോർത്ത് പോർഷനിൽ തന്നെയാണ്. അതേപോലെ ഇന്ത്യയുടെ ടോപ്പിലൂടെ പോണ ലാറ്റിറ്റ്യൂഡ് ലൈൻസും എവിടെ തന്നെയാണ്? നോർത്ത്. കണ്ടോ, ഈ ഒരു പോർഷൻ മൊത്തം നോർത്താണ്, ഈ ഒരു പോർഷൻ മൊത്തം സൗത്താണ്. ഓക്കെ, ഇവിടെ നോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിൽ ഇവിടെയാണ് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർത്ത് നിന്ന് സൗത്തിലേക്കുള്ള ഡിഫറൻസ് ആണ്. ഇങ്ങനെയാണ് ഓക്കെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്, നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് പോണത് ഏതാണ്? നോർത്താണ്. സൗത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അതേപോലെ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ലൈൻസാണ്. ഈ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ്
നമ്മുടെ ഇന്ത്യയുടെ രണ്ട് സൈഡും, അത് വെസ്റ്റിലും ഈസ്റ്റിലും വന്നത് ഏത് പോർഷനിൽ തന്നെയാണ്? ഈസ്റ്റ് തന്നെയാണ്. കണ്ടോ, ഈ ഒരു പോർഷനിലാണ് ഈ വെസ്റ്റിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസുകളൊക്കെ വരുന്നത് ഇങ്ങോട്ടാണ്. ഇപ്പോൾ സൗത്ത് അമേരിക്ക ആൻഡ് നോർത്ത് അമേരിക്ക ആ ഒരു പോർഷൻസിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കണ്ടോ, നമ്മുടെ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും എവിടെയാണ്? 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ്. നമ്മുടെ വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഒരു ഈസ്റ്റ് കണ്ട നോർത്ത് ഈസ്റ്റ് പോർഷനിലാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ നോക്കി നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അത് ഈസ്റ്റിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസുകൾ ഈസ്റ്റ് എന്നും അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലൈൻസുകൾ നോർത്ത് എന്നുമാണ് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ഈ കേട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ടോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഇന്ത്യയിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുമ്പോൾ ഇന്ത്യയെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലൂടെ പാസ് ചെയ്തപ്പോൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഇന്ത്യയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ഇത് പാസ് ചെയ്തിരിക്കുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറം എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്സിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇത് പാസ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ്? ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് എന്ന ലാറ്റിറ്റ്യൂഡ് ലൈനായ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ്സിലൂടെയാണ്. ഇനി ഇന്ത്യയുടെ സൈസിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 7th ലാർജസ്റ്റ് കൺട്രിയാണ്. ഫസ്റ്റ് എവിടെയാണ്? റഷ്യയാണ്. റഷ്യയുടെ ടോട്ടൽ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് 17.09 സ്ക്വയർ കിലോമീറ്റർ ആണ്. കാനഡയോ 9.98 സ്ക്വയർ കിലോമീറ്റർ. ദെൻ USA 9.62 സ്ക്വയർ കിലോമീറ്റർ. ചൈന 9.59 സ്ക്വയർ കിലോമീറ്റർ. ബ്രസീൽ 8.51 സ്ക്വയർ കിലോമീറ്റർ. ആൻഡ് ഓസ്ട്രേലിയ 7.69 സ്ക്വയർ കിലോമീറ്റർ. ഇന്ത്യ 7th ലാർജസ്റ്റ് ആണ്. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് മാസ് എന്ന് പറയുന്നത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിൽ 2.4% ആണ് ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മറ്റുള്ള കൺട്രീസും ആയിട്ടൊക്കെ കുറേ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ബൗണ്ടറീസിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ ആണ്. അതേപോലെ ഇന്ത്യയിലേക്ക് കോസ്റ്റൽ ലൈൻസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യയെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2 ഐലൻഡും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെയാണ് ഐലൻഡ്? ലക്ഷദ്വീപ് ഐലൻഡും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും. ഈ ഐലൻഡ്സിൻ്റെ ഈ ലെങ്ത് ഈ കോസ്റ്റൽ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയിൽ കുറേ മൗണ്ടെയ്ൻസ് ഉണ്ട് അല്ലേ? നമുക്ക് നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാശ്മീർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? അവിടെ മൗണ്ടെയ്ൻസ് ഏരിയാസ് ഒക്കെയാണ്. ഇന്ത്യയിൽ കുറേ ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ട്. നോർത്ത് പോർഷനിൽ, നോർത്ത് വെസ്റ്റ് പോർഷനിൽ, നോർത്ത് ഈസ്റ്റ് പോർഷനിലൊക്കെ കുറേ മൗണ്ടെയ്ൻസുകളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ സദേൺ പോർഷനിലേക്ക് വന്നാൽ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് എന്താണ്? ഓഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ബേ ഓഫ് ബംഗാളും ഈ ഒരു പോർഷനിലാണ് അറേബ്യൻ സീ ഉള്ളത്. ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ഇവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഉള്ളത്. അറേബ്യൻ സീൻ്റെ അവിടെയാണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡും ഉള്ളത്. ഓക്കെ, ലക്ഷദ്വീപ് ഐലൻഡ് ഈസ് സിറ്റുവേറ്റഡ് സൗത്ത് വെസ്റ്റ് ഓഫ് മെയിൻലാൻഡ് ഇൻ അറേബ്യൻ സീ. Andaman and Nicobar Island is situated southeast of mainland in Bay of Bengal. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ ലൈൻസും ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്
ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും ഇതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലൈൻസിൻ്റെ നീളമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ത്യയുടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ടോട്ടൽ എത്ര കിലോമീറ്റർ ലെങ്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3214 കിലോമീറ്ററാണ് ഉള്ളത്. എന്നാൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2933 കിലോമീറ്ററാണ് ഉള്ളത്. നമുക്കൊരു മാപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, ഏറ്റവും കൂടുതൽ ദൂരം നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് 3214 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ഇന്ത്യയും മറ്റുള്ള കൺട്രീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ടൈം ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡേ ആണെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും. കുറേ ടൈം ലാഗുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ടൈം ഡിഫറൻസ് വരാൻ കാരണം? ഈ ടൈം ഡിഫറൻസുകളൊക്കെ വരുന്നത് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമേജിനറി ലൈൻസ് ആണ് അല്ലേ. പ്രൈമറിഡിയിൽ നിന്ന് ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള കൺട്രീസിലൊക്കെ ടൈം ഡിഫറൻസുകൾ വരുന്നത്. ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഈസ്റ്റിലാണ് നമ്മുടെ സൺറൈസ് എന്നും വെസ്റ്റിലാണ് സൺസെറ്റ് എന്നും. ഈ ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് എവിടെ നിന്നാണ്, ഈസ്റ്റും വെസ്റ്റിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ മൊത്തം ഒരു ഗ്ലോബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് ഓരോരോ കൺട്രീസിലും പല പല ഡിഫറെൻറ്റ് ടൈംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ തന്നെ ടൈം ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഇന്ത്യയിലും ടൈം ഡിഫറൻസുകളുണ്ട്. നമ്മുടെ അരുണാചൽ പ്രദേശിൽ, ഈസ്റ്റിലുള്ള അരുണാചൽ പ്രദേശിൽ സൺറൈസ് കഴിഞ്ഞ് 2 hours കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെസ്റ്റ് സൈഡിലുള്ള ഗുജറാത്തിലുള്ള സൺറൈസ്. അപ്പോൾ ഇവിടെ അരുണാചൽ പ്രദേശിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുമ്പോൾ 2 hours ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ തന്നെ കുറേ ടൈം ഡിഫറൻസ് ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്കൊരു ട്രാവൽ ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈംസ് ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ടു ഡിഫിക്കൾട്ട് ടു കാൽക്കുലേറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരൊറ്റൊരു ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇത് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ, സ്റ്റാൻഡേർഡ് മെറീഡിയൻ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ആയ സ്റ്റാൻഡേർഡ് മെറീഡിയൻ 82°30' ഈസ്റ്റിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈൻ. ഇത് ഏതിലൂടെ പാസ് ചെയ്യുന്നത്? മിർസാപൂരിൻ ഉത്തർപ്രദേശിലൂടെ പാസ് ചെയ്യുന്ന ഈ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിനെ 82°30' ഈസ്റ്റ് എന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ടൈം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരൊറ്റൊരു ടൈമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈനിനെ നമ്മൾ എടുക്കാൻ കാരണം? എല്ലാ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസിലും വെച്ച് നോക്കുമ്പോൾ സെൻറ്ററിലൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ആയതുകൊണ്ടാണ്. ഇനി ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന് പറയുന്നത്, ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏഷ്യ എന്ന് പറയുന്നത് ഒരു കോണ്ടിനെൻ്റ് ആണ് അല്ലേ. ഈ ഏഷ്യൻ്റെ ഓൾമോസ്റ്റ് സൗത്ത് പോർഷൻ മൊത്തം ആരാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയാണ്. അതുമാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് സെൻറ്റർ ലൊക്കേഷനാണ്. വെസ്റ്റ് ഏഷ്യൻ്റെ, ഇവിടെയാണ് വെസ്റ്റ് ഏഷ്യ അല്ലേ, വെസ്റ്റ് ഏഷ്യൻ്റെയും ഈസ്റ്റ് ഏഷ്യൻ്റെയും ഒരു സെൻറ്റർ ലൊക്കേഷനാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യക്ക് ഒരു വാസ്റ്റ് ഇന്ത്യൻ ഓഷ്യനാണ് ഉള്ളത്. ആ ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ആ ഒരു റൂട്ടിലൂടെ ഇന്ത്യ മറ്റുള്ള കൺട്രീസൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പായിട്ട്, ആഫ്രിക്ക, അതേപോലെ ഈ ഒരു വെസ്റ്റ് ഏഷ്യ, അതേപോലെ ഈസ്റ്റ് ഏഷ്യക്കായിട്ട് ഈ ഇന്ത്യൻ റൂട്ട്സിലൂടെ അങ്ങോട്ട് കണക്ഷൻസ് ഉണ്ട്. പിന്നെ സീ റൂട്ടുകൾ മാത്രമല്ല, അന്ന് ലാൻഡ് റൂട്ട്സിലൂടെയും അങ്ങനെ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഐഡിയാസും കമോഡിറ്റീസൊക്കെ മറ്റുള്ള കൺട്രീസൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഐഡിയാസ് എന്ന് പറയും? ഇതൊക്കെയാണ് റൂട്ട്സുകൾ. ഇന്ത്യയും മറ്റുള്ള കൺട്രീസുമായിട്ട് കണക്ട് ചെയ്ത സീ റൂട്ട്സും ലാൻഡ് റൂട്ട്സും എയർ റൂട്ട്സൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അന്ന് കാലത്ത് എയർ റൂട്ട്സ് അല്ല കേട്ടോ, അന്ന് കാലത്ത് സീ റൂട്ട്സും അതേപോലെ ലാൻഡ് റൂട്ട്സൊക്കെ ആയിരുന്നു.
അപ്പോൾ ദീസ് റൂട്ട്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് കമോഡിറ്റീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഐഡിയാസ് എന്ന് പറയുന്നത്? ഉപനിഷത്സും, രാമായണ, സ്റ്റോറീസ് ഓഫ് പഞ്ചതന്ത്ര, ഇന്ത്യൻ ന്യൂമറൽസ്, ഡെസിമൽ സിസ്റ്റം, ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള കൺട്രീസിലേക്ക് എത്തി. അതുമാത്രമല്ല, മറ്റുള്ള കൺട്രീസിൽ നിന്നുള്ള മേർച്ചൻസും ട്രേഡേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നമുക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇന്ത്യയുടെ സ്പൈസസും അതേപോലെ മസ്ലിൻ എന്ന് പറഞ്ഞ് നല്ല നല്ല വെറൈറ്റി ഓഫ് കോട്ടൺസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മെർച്ചൻസുകളും ട്രേഡേഴ്സുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ടും വന്നു. അവർ ഏതിലൂടെയാണ് വന്നത്? ഈ ഇന്ത്യൻ റൂട്ട്സുകളിലൂടെയാണ് വന്നത്. നമ്മുടെ ഇന്ത്യയും മറ്റുള്ള കൺട്രീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രീക്ക് കൾച്ചറും അതേപോലെ തന്നെ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ഓഫ് ഡോംസും ഇതെല്ലാം വെസ്റ്റേൺ ഏഷ്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ എങ്ങനെയാണ് മറ്റുള്ള കൺട്രീസുമായിട്ട് കോൺടാക്ട് ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. 1947 മുന്നേ നമ്മുടെ അവിടെ 2 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? അത് പ്രൊവിൻസസും അതേപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് റൂൾ ചെയ്യുന്നത് ലോക്കൽ ആൻഡ് ഹെറിഡിറ്ററി റൂളേഴ്സാണ്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് റൂൾ ചെയ്യുന്നത്. എന്നാൽ ഈ പ്രൊവിൻസസ് വേർ റൂൾഡ് ഡയറക്റ്റ്ലി ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആണ്. ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ ഹു ആർ അപ്പോയിൻറ്റഡ് ബൈ വൈസ്രോയ്സ് ആണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. എന്താണത്? ഇന്ത്യൻ നൈബേഴ്സാണ് അല്ലേ? ആരൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ നൈബേഴ്സ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ. ഇത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ നൈബറിങ് കൺട്രീസ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് മൊത്തം എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 29 സ്റ്റേറ്റ്സും അതേപോലെ 7 യൂണിയൻ ടെറിട്ടറീസാണ്. ഇപ്പോൾ എത്രയാണ്? 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ സ്റ്റേറ്റ് അല്ല, പിന്നെ എന്താണ്? യൂണിയൻ ടെറിട്ടറീസാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. ശ്രീലങ്ക അതേപോലെ മാൽദീവ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള 2 ഐലൻഡ് കൺട്രീസാണ് ശ്രീലങ്കയും മാൽദീവ്സ് എന്ന് പറയുന്നത്. ദെൻ ശ്രീലങ്ക നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. എന്താ കാരണം? ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ആർ സെപ്പറേറ്റഡ് ബൈ എ നാരോ ചാനൽ ഓഫ് സീ ഫോംഡ് ബൈ പാക് സ്ട്രൈറ്റ് ആൻഡ് ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്ന 2 നാരോ ചാനൽ അല്ലെ നാരോ ചാനൽ ഓഫ് സീ റൂട്ട്. ഇത് സീ സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും സെപ്പറേഷൻ ആവാൻ കാരണം ഈ പാക് സ്ട്രൈറ്റും ഗൾഫ് മനാറും എന്നുള്ള ഒരു 2 സീ ഫോം ചെയ്ത കാരണമാണ്. So from this we can say that India has strong geographical and historical links with its neighbors. Okay, thank you.